ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം എന്നത് ഒരു ഗോത്ര മത നിയമ സംഹിതയാണെന്നും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനായിട്ടുള്ളവർക്ക് അതിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കാനും അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടുതൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞാനൊക്കെ ഈ യുക്തിവാദ മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളുകള്ളികൾ അറിയാം. മതത്തിനകത്താണ് അവർ നിൽക്കുന്നത്, പക്ഷേ തുറന്നു പറയാൻ അവർക്ക് ഭയമാണ്. പള്ളിവിലക്ക്, മഹല്ലുവിലക്ക്, ഊരുവിലക്ക്, പിന്നെ കുടുംബത്തിൽ ഭ്രഷ്ട്, മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റില്ല, വിവാഹം കഴിച്ചയപ്പിച്ച മക്കൾക്ക് സമാധാനമില്ല, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങി അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ സാധിച്ചെന്നു വരില്ല. സാമ്പത്തികമുള്ളവർ ഒരു പരിധി വരെ ആ സാമ്പത്തിക ഭദ്രതയ്ക്കൊത്ത് ഈ പ്രശ്നങ്ങളെ ഒക്കെ അവർക്ക് തരണം ചെയ്യാൻ കഴിയും. പക്ഷേ സാമ്പത്തികമില്ലാത്തവരാണ് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതെങ്കിൽ തൽക്കാലം അവരവിടെ നിൽക്കും. അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല. സമ്പത്ത് ഉണ്ടായിട്ട് തന്നെ പുറത്തു പറയാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. കാപ്പാട് സാബിറായി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. സാബിറ നെസ്ലെ, അവര് ഭയങ്കര സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ സ്ത്രീയാ. ഒടുവില് അവർ ഈ മതത്തിലെ ചില വിവരക്കേടുകളും മാനവിക വിരുദ്ധതകളും തുറന്നു പറഞ്ഞതിന്റെ പേരില് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അവർക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു പരത്തി. കാരണം ഈ മതത്തെ സംബന്ധിച്ച് പുറത്തു പറയാൻ പാടില്ലല്ലോ. ഈ മതത്തിനകത്തുള്ള മതഭ്രാന്തിനെ സംബന്ധിച്ച് പുറത്തു പറയുന്നവർ ചില ഭ്രാന്തന്മാരുടെ കണ്ണുകളിൽ ഭ്രാന്തരായി മാറും. ഇതാണ് നമ്മുടെ ലോകം. പക്ഷേ ഇനി ഭ്രാന്തരെന്ന് മുദ്ര കുത്തിയാലും കല്ലെറിഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും അറിയുന്ന സത്യങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധരായ ഒരുപാട് ആളുകൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അവർ ചിലപ്പോൾ മദ്രസകളിലെ ഉസ്താദുമാരായിരുന്നിരിക്കാം മുമ്പ്, മുസ്ലിം സ്ഥാപനങ്ങളിലെ അധ്യാപകരായിരുന്നിരിക്കാം മുമ്പ്, ജമാഅത്തെ ഇസ്ലാമി പോലെ, SDPI പോലെ, PDP പോലെയുള്ള സംഘടനകളുടെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് കൊടി പിടിക്കുകയും മുദ്രാവാക്യം ഉച്ചത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തവരായേക്കാം. പള്ളിയിൽ ബാങ്ക് വിളിച്ച മുഅദ്ദിനായേക്കാം. പക്ഷേ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ ഈ മതത്തിന്റെ പുറന്തോടുകൾ ഭേദിച്ച് പുറത്തു വരികയും ഉള്ള സത്യം തുറന്നു പറയുകയും ചെയ്യുന്ന ഇതുപോലെ പള്ളിയിലെ ഞാൻ മോദിനായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിരുന്നു, ഞാൻ എല്ലാ സംഘടനയും കൊടുത്തു. ഞാൻ സത്യം എക്സ്ട്രീം ലെവലായിരുന്നു. ചേകനെ കൊന്ന് അറിഞ്ഞപ്പം സന്തോഷിച്ച ബിരിയാണി വിളമ്പിയാണ് സത്യം പറഞ്ഞത്. പിന്നീടാണ് ഇതൊക്കെ കച്ചവടമാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചവടമാണല്ലോ എല്ലാ സംഗതി. പക്ഷെ ഇത് അവനവന്റെ ആവശ്യത്തിന് ഓരോ തൊരീക്കത്തും മദ്ഹബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ബുഖാരി മുസ്ലിം എങ്ങനെ വന്നത് വെച്ചാല് നമുക്ക് മനസ്സിലായി. ഈ ചേകന്നൂർ പറഞ്ഞ പോലെ തന്നെയാണ് ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഉണ്ടായത്. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി അവർക്ക് തോന്നിയത് വാമോയായിട്ട് കിട്ടിയ സംഗതികൾ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ട് അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചാണ് ഈ ഹദീസുകളൊക്കെ. പിന്നെ കിതാബുമായിട്ട് അതിന് കുറെ എക്സ്റ്റൻഡ് ആക്കി ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഇറക്കും. ഈ കാന്തപുര ഉസ്താദും വെച്ചേക്കും ഒത്തിരി പേര് കിതാബ് പറഞ്ഞു. മൂപ്പര് അങ്ങനെ മഴ പെയ്യാൻ വേണ്ടി ആ പ്രാർത്ഥന നടത്തി, പിന്നെ ആ കൂടി പിടിച്ചു നടക്കും. അങ്ങനെ പിന്നൊരു മറ്റേ ഫേസ്ബുക്കില് ഒരു നൗഷാദ് ഹസനിന്റെ കൂടെ നടക്കുന്ന ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം പറയാം, CM എന്നായി പറഞ്ഞിട്ടില്ല, ഞാനാണ് അള്ളാഹു നടന്നു. ഇതൊക്കെ ഒരു കഞ്ചാവ് വെച്ചിട്ടും മെന്റലി ചെറിയ ഡിസോർഡർ ആയിട്ടുള്ള ആളുകളൊക്കെ തോന്നുന്ന അവസ്ഥ ഇത് പണ്ടേ തുടങ്ങിയ മനുഷ്യന്മാർക്ക് തുടങ്ങിയ സംഭവമാണ്. ഇതിന്റെ പിന്നാലെ നടക്കാൻ കുറെ തോന്നികൾ. ഇതാ സത്യം. ഇത് മനസ്സിലാക്കാനായി നല്ല ഒബ്സർവേഷൻ സ്കില്ല് കാണും. അല്ലാതെ അടിമത്തെ ലെവലിലാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എന്താ പേര് കാത്ത അത് അത് നൂറാക്കാൻ വേണ്ടി ഒരു കഞ്ചാവ് പോലെ സാധനം ബ്ലാക്ക് സൗദിയിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങള് പിന്നെ ഈ തെരീക്കത്തിന് വിടാൻ കാരണം ഇപ്പൊ ഞാൻ ചെറുതായിട്ട് കേട്ട് കൂടുതൽ പറഞ്ഞ കേട്ടില്ല. ഞാൻ വളരെ നന്നായി ചിന്തിക്കുന്ന, കാര്യങ്ങളെ അപഗ്രഥിച്ചു പഠിക്കുന്ന, മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസാക്ഷിയെ വഞ്ചിക്കാത്ത ആളുകൾ ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ സാധാരണക്കാരന്റെ ശബ്ദം. കൂടുതൽ ഈ ബോസിൽ പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാല് മുഹമ്മദ് സാഹിബ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ത്വരീക്കത്തില് പുരുഷന്മാർക്ക് സ്വർണ്ണം ഹലാലാണ്, സ്ത്രീകൾക്കാണ് സ്വർണം ഹറാം. പുരുഷന്മാർക്ക് ഹറാമായ സംഗതി എന്താ പറയുക? ഇരുമ്പ്, മെറ്റല്. ഈ മെറ്റൽ ഹറാമായ ബസ് കയറാൻ പാടില്ല. അങ്ങനത്തെ ത്വരീക്കത്തിലാണ് ഞാൻ പോയിരുന്നത്. ഒരു കോമൺ അങ്ങനെ സത്യമായിട്ട് കൊണ്ടോട്ടി പോയാൽ മതി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയുണ്ട്,
ഇതിന്റെ ഹെഡ് ഓഫീസ് പോയി. അപ്പോ ഞാൻ അവിടെ ചെന്ന് ഞാൻ സത്യം പറഞ്ഞ ആ ലെവലിലാണ് എന്റെ മൈൻഡ് പോകുന്നത്. കാരണം ഇത് എന്തെങ്കിലും നമുക്ക് വേണം. സ്വന്തത്തെ കാരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആ തെക്ലീദ് അന്ധമായി അനുകരിക്കണം. ആ തെക്ലീദ് ലെവലിൽ പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. മൊത്തം നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ സഞ്ചരിച്ച് നോക്കിയപ്പോൾ ഒക്കെ കോമഡിയാണ്. പിന്നീട് മനസ്സിലായത് നമുക്ക് രോഗം വന്നതിന് ഹോസ്പിറ്റലിൽ കൂടുന്നു. ഈ തൊരീക്കത്തേരത്ത് പോയി കഴിഞ്ഞാല് ജിന്ന് കയറി ജിന്ന് കയറിയുള്ള കോമഡി വേണം. അതൊക്കെ കുറെ ഉണ്ട്. ജിന്ന് കയറി കഴിഞ്ഞാല് പിന്നെ ഒരു സ്പ്രേ അടിക്കാൻ, നെറ്റിമേൽ സ്പ്രേ അടിക്കാൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടത്തുക. അപ്പം ഈ ഞാൻ ആലോചിച്ചു ഇതിനൊക്കെ എന്തൊക്കെയാണ് ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഏത് ജിന്നെ പുറത്ത് കയറുന്നത്. ഉള്ളിൽ നമുക്കുണ്ട് ആ യുക്തി എന്ന സംഭവം, നമ്മുടെ ആ ലോജിക്ക് അപ്പം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അത് മൈന്യൂട്ടായിട്ടാണ് മാത്രം. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞത് ഈ ഒബ്സർവ് ചെയ്തു. ഞാൻ എന്റെ ചെറുപ്പകാലവും ഇന്നത്തെ കാലവും ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് വരച്ചു നോക്കി എന്താണ് ഇതിന്റെ അവസ്ഥ. അതൊക്കെ മനസ്സിലായത് ഹൈന്ദവ ഈ സംസ്കാരത്തിലുള്ള പിന്നെ ക്രിസ്ത്യൻ മതത്തിലുള്ള ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന സംഭവം ഇതിന്റെ ഒരു ഇസ്ലാമിക് വേർഷൻ ആണ് ഇപ്പൊ എല്ലാ മതങ്ങളും ഉണ്ടായത്. എങ്ങനെ അവനവർക്ക് ഈ പുരോഹിതന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. അത് രാജാക്കന്മാരിൽ തുടങ്ങിയിട്ടുള്ള സംഭവം. രാജാക്കന്മാര് അവരുടെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂടുന്നത്. അപ്പൊ സൗദി അറേബ്യയിലെ കാര്യം ഇന്നത്തെ പ്രസന്റിൽ ആയിട്ടുള്ള കാര്യം ആലോചിച്ചാൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് അവിടുത്തെ MBS മുഹമ്മദ് ബിൻ സൽമാൻ, അത് ഇന്നത്തെ രാജാവിന്റെ മകൻ, അധികാരം കൈവയ്ക്കുക അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യം ആലോചിച്ച് മനസ്സിലാവും. രാജാവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ സിനിമ ഹലാലാവും, വ്യഭിചാര ഹലാലാവും, എല്ലാ സെക്സ് ടൂറിസ്റ്റ് ഒക്കെ ഹലാലാവും. ഇന്ന് സൗദി അറേബ്യ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. അൽ ഹംറ എന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചൈനക്കാര് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഒക്കെ അത് വളരെ ഷോർട്ട് ആയിട്ടുള്ളത്. ആ ഡ്രസ്സ് കണ്ടിട്ട് എന്റെ കഫീൽ പറഞ്ഞാണ് അത് സാവുജി മൂപ്പര് കരയാണ്. പറഞ്ഞ് ഇതാണ് ദുബായിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ടൂറിസ്റ്റ് ആകർഷിച്ചുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്. കാരണം ഈ ക്രൂഡ് ഓയിലിന്റെ റേറ്റ് കുറഞ്ഞപ്പോഴും നമുക്ക് നിലനിൽക്കില്ല സൗദി രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് ഇസ്ലാമിനെ അവർക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടുവരിക എന്നുള്ള അല്ലെങ്കിൽ ഹദീസിനെ നിഷേധിക്കേണ്ടി ഖുർആൻ ആയത്തിനെ പോലും ശരി പണ്ട് വിഷയത്തിൽ. കാരണം കട്ടവന്റെ കൈ വെട്ടണം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഒരു കുട്ടിക്കും കഴിയുണ്ടാവും. അവിടുത്തെ വനതീയ ഉദ്യോഗസ്ഥർക്ക് ഞാൻ വനതീയ ഉദ്യോഗസ്ഥർ നേരിട്ട് 6 മില്യൺ ടൈപ്പ് കൊടുത്താവാനാണ് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വളരെ കൃത്യമായി കാണുന്നുണ്ട്. കാരണം ആ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ഇവിടെ ഫ്ലഡ് ഉണ്ടായെന്ന് വനതീയിൽ ഒരുപാട് ആൾക്കാർ അഴിമതി കാട്ടിയിട്ട് അവരൊക്കെ ജയിലിട്ടു. അവരെ കട്ടവനാണ് കൈ വെട്ടിയില്ല. അതേപോലെ വ്യഭിചാരത്തിന്റെ കാര്യം ആലോചിച്ച് തീർച്ചയാണ്ടല്ലോ നിയമം നടപ്പിലാക്കാണെങ്കിൽ ഓരൊക്കെ മനുഷ്യവിടെ ജീവിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാത്തിനും നിക്കാ വിട്ടുകാണ്ട് ഹോട്ടലിലൊക്കെ കയറ്റും. നിക്കാബ് അതിന് മറയാണ് അതാണ് വിഷയം. അങ്ങനെ കയറ്റിട്ട് അവർ നല്ലോ അർമാദിക്കുന്നത് എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാം, എല്ലാ ഉസ്താദുമാർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ക്ലബ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ അങ്ങനൊന്നല്ല ഇങ്ങനൊന്നല്ല നമ്മ പെങ്ങൾ പോയി പറഞ്ഞിട്ട് അവരെ സത്യം പറഞ്ഞ ഞാൻ കണ്ട രണ്ട് ആൾക്കാർ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ലൈഫ് വളരെ കൃത്യതയോടെ കൂടി തോന്നുന്നുണ്ട്. പലിശ ഹറാമെന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ KMCCന്റെ ബാങ്കിലെ അവരുടെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറച്ചെടുത്ത് മുസ്ലിം ലീഗിന്റെ വരെ പ്രവർത്തനം ചോദിക്കാം നിന്റെ അക്കൗണ്ട് ഏതിലാണ് പോയിട്ടു ഏത് സാഗരം ഉണ്ടാവും. അവിടുത്തെ പലിശന്റെ കാര്യം മാത്രമല്ല കുയൽപ്പണം, അതായത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കിയിട്ടാണ് ഇവരുടെ പ്രവർത്തിക്കുന്നത്. ഇത് തുറന്ന് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനിരിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് റോഡിന്റെ മർക്കസ് പണയം വെച്ചിട്ടല്ലേ എന്തൊരു ആലോചിക്കണം. ഇവരുടെ കാപഠ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏത് ഹറാമായ കാര്യത്തെയും ഹലാലാക്കാൻ ഒരു രാജാവ് വിചാരിച്ചാൽ മതി. വേശ്യാവൃത്തി ഹലാലാകും. ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രധാരണം വേണ്ടേ? രാജാവ് പറഞ്ഞാൽ വേണ്ട. അങ്ങനെയുണ്ടോ? മതനിയമങ്ങൾ മാറും എന്ന് തെളിയിക്കുകയാണ് ഇവരിവിടെ. വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു സ്ത്രീയെ നിക്കാബ് ഇട്ടിട്ട്, ഒരു കുഴപ്പമില്ല. പണയം വെച്ച പലിശ പണത്തിലാണ് ഇവർ ജീവിക്കുന്നത്. കുഴൽ പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവർക്ക് ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം. മർക്കസിന്റെ ആധാരം കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ പണയപ്പെടുത്തി ഇവർ പണമെടുക്കുന്നു. ആ പലിശ പണം ഇട്ട് ഇവർ ബിസിനസ് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? ഇതൊക്കെ സാധാരണക്കാര് തന്നെ വെളിപ്പെടുത്തണം. ഒരല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പം സ്പീഡ് ഒന്ന് കുറച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടും. ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനിരിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് റോഡിന്റെ മർക്കസ് പണയം വെച്ചിട്ടില്ലേ എന്തൊരു സാധനം ചെമ്മാടുള്ള ആ മനുഷ്യനെ ഗരുവാടാക്കി. അയാള് അംസാരി മനുഷ്യനെ അയാൾ പ്രഷറെ പേക്കിട്ട് ഗാന്ധപുരത്തിൽ സമ്മതി ചോദിച്ചാണ് അദ്ദേഹം ആധാരം പണം വെച്ചത്. എന്നിട്ട് അദ്ദേഹം കുരുക്കിലായപ്പോ എല്ലാം പരസ്യമായപ്പോ EK സുന്നിക്കാരാണ് ഇത് പബ്ലിക്കാക്കിയത്. EK സുന്നിക്കാർ പബ്ലിക്കാക്കിയപ്പോ ഇതെന്താക്കി ഗാന്ധപുരം വേഗം ഈ മനുഷ്യന് പേരിട്ട് അയാളെ സംഘടനയെ പുറത്താക്കി. സംഘടനയല്ല, ഈ ട്രസ്റ്റിൽ പുറത്താക്കി. അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടി. ഗാന്ധപുരം എന്ന് പറഞ്ഞാല് BJPക്കാരെ വന്നുകൊണ്ട് അയാൾ മുമ്പിൽ കൊമ്പിടും. കാരണം അത്ര അനുയായികൾ അവർക്കുണ്ട്. വോട്ട് ബാങ്കാണ്. സഖാക്കള് അയാളെ മുന്നിൽ അയാൾക്കുള്ള എല്ലാ സംഗതി സൗകര്യങ്ങളും
ഒരുക്കി കൊടുത്ത് അതെ കോൺഗ്രസ് ഒരുക്കുമ്പോ കോൺഗ്രസ് ഒരുക്കി കൊടുക്കും. കാരണം എന്താണ്, ഇതാണ് ഈ സാധുക്കളായ ഏർപ്പാടാക്കി ഇത് മനസ്സിലാവില്ല. ആർക്കാണോ കൂടുതൽ അണികൾ ഉള്ളത് അവരെ രാഷ്ട്രീയക്കാർ താങ്ങിയേ നിൽക്കൂ. അതിന് BJP ആയാലും വേണ്ടില്ല, വലതനാണെങ്കിലും വേണ്ടില്ല, ഇടതനാണെങ്കിലും വേണ്ടില്ല. നമ്മൾ ഇത്രയും കാലവും ഇടതനും വലതനും മാത്രമാണ് മുസ്ലിങ്ങളെ താങ്ങുന്നത് എന്ന് പറഞ്ഞു. അത് തെറ്റ്. ഇവര് വിചാരം ഗാന്ധപുരത്തിന് എന്തോ ഒരു കഴിവുണ്ട്, അള്ളാഹ് ഗാന്ധപുരത്തിന് കൂടെ. അതുകൊണ്ടാണ് എത്രയൊക്കെ എതിർത്തിട്ടും മുബാറക്കിനെ കുറിച്ച് അക്ക പറഞ്ഞിട്ടും അദ്ദേഹം ഉയർന്നു വന്നീനെ ഭയങ്കര നോളജ് സിറ്റിയാണ് സംഭവം ഉണ്ടാക്കില്ല. നോളജ് സിറ്റി ഇപ്പൊ എന്താ നടക്കണ്ടേ, അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ എന്താ നടക്കണ്ടേ, മസാജ് സ്ത്രീകള് പുരുഷന്മാർ മസാജ് കൊടുക്കണേ. എവിടെയാണ് അള്ളാന്റെ റസൂൽ മുടി എടുക്കുന്നത് തൊട്ടടുത്ത്. ഇത് ബിസിനസ് ആണ് മൊത്തം. अगर आप एक लॉन्ग लास्टिंग परफ्यूम की तलाश में है तो इस ഇങ്ങനെ ചില സത്യങ്ങൾ തുറന്നു പറയണം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ മസാജ് ചെയ്തു കൊടുക്കുന്ന കേന്ദ്രങ്ങൾ വരെ അതെ ഇങ്ങനെ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി അനുഭവത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന സത്യങ്ങൾ കേൾക്കാൻ ഇവിടെ വലിയ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ഈ മതത്തിന്റെ പുറന്തോടുകൾ ഭേദിച്ച് പുറത്തു വരണം. അറിയുന്ന സത്യങ്ങൾ നിർഭയം തുറന്നു പറയുകയും വേണം, മനസാക്ഷി കുത്തില്ലാതെ. മനസാക്ഷിയെ വഞ്ചിച്ചു വീണ്ടും അതിനകത്ത് തന്നെ നിന്ന് കപടന്മാരായി ജീവിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്ക് മാത്രമേ അറിയൂ. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ വിചാരണ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് സത്യം? ഈ സത്യം ഞാൻ ജനങ്ങളോട് തുറന്ന് പറയേണ്ടതല്ലേ? വിഡ്ഢികളാക്കപ്പെടുന്ന, ഇരകളാക്കപ്പെടുന്ന പാവപ്പെട്ട ഒരു പറ്റം വിശ്വാസികളുണ്ട്. ഒരാൾക്കെങ്കിലും കണ്ണു തുറക്കാൻ നമ്മൾ ഈ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ കാരണമായാൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.